ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ വൈൽഡ് ലൈഫ് ടൂറിസത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് വൈൽഡ് ലൈഫ് ടൂറിസം ആണ്. അതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ വൈൽഡ് ലൈഫ് ടൂറിസം മോസ്റ്റ്ലി എൻകംപാസസ് ഓൺ consumptive interaction with wildlife, such as observing and photographing animals in their natural habits. അതായത് വൈൽഡ് ലൈഫ് ടൂറിസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വൈൽഡ് ലൈഫ് ടൂറിസത്തിന് വരുന്നത് ഈ അനിമൽസിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാനും അതുപോലെ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കാനും വേണ്ടിയിട്ടാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് വ്യൂയിങ് ഓഫ് ദെയർ ഇൻട്രാക്ടിങ് ആൻഡ് ക്യാപ്റ്റിംഗ് അനിമൽസ് ഇൻ സൂസ് ആൻഡ് വൈൽഡ് ലൈഫ് പാർക്സ് and can also include animal riding, elephant riding ഒക്കെ ഉണ്ട്, and consumptive activities such as fishing and hunting, which will generally not come under the definition of ecotourism and may compromise animals' welfare. It has recreation aspects of adventure tourism and usually supports the values of ecotourism and natural conservation programs. അതായത് ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വൈൽഡ് ലൈഫ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചില ഏരിയസിൽ ഹണ്ടിങ്, ഫിഷിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ ഫിഷിങ്ങും ഹണ്ടിങ്ങൊക്കെ നടത്തി കഴിഞ്ഞാൽ, ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേട്ടയാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്കോ ടൂറിസത്തിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലെ ജന്തുജാലങ്ങളും ജീവജാലങ്ങളും സസ്യങ്ങളും വാട്ടറും എയറും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ആ ഒരു മൊത്തത്തിൽ ടോട്ടാലിറ്റി നമ്മൾ പറയുന്ന പേരാണ് എക്കോ ടൂറിസം. ആ എക്കോ ടൂറിസത്തിന് അത് സത്യത്തിൽ അതൊരു കളങ്കം ഏൽപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ സൂവിൽ പാർക്കിൽ ഈ ആൾക്കാർ വൈൽഡ് ലൈഫ് ടൂറിസത്തിൽ വ്യൂ കാണാൻ വേണ്ടി വരുന്നുണ്ട്, അതുപോലെ റൈഡിങ്ങിൽ വരുന്നുണ്ട്, എലഫൻറ്റ് റൈഡിങ്. ഇപ്പോൾ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസാണ് ഈ വൈൽഡ് ലൈഫ് ടൂറിസത്തിനുള്ളത്. പക്ഷേ ഈ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു, അത് അഡ്വഞ്ചർ ടൂറിസം ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് നാച്ചുറൽ കൺസർവേഷൻ അതിനെ പ്രിസർവ് ചെയ്യണം, ഒക്കെ ചെയ്യണം. പക്ഷേ എങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെയാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്ട്സുകളാണ്. വൈൽഡ് ലൈഫ് ടൂറിസം ക്യാൻ കോസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റർബൻസ് ടു ആനിമൽസ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റ്. Even among the tourist practices which brought animals to non-direct contact with wildlife, the growing interest in the traveling and development countries has created a boom in resort and hotel construction, partially in the rainforest and mangrove forest lands. Wildlife viewing can be scare away animals, disturb their feeding and nesting sites and acclimate them with the presence of people. ഇത് വൈൽഡ് ലൈഫ് ടൂറിസത്തിന് ഏറ്റവും ഒരു കോമൺ ആയിട്ട് എല്ലാ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്സും കൂടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ വൈൽഡ് ലൈഫ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഒരു ഹൈലി ഇൻക്രീസിംഗ്ലി ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് റിസോർട്ടുകളുടെ നിർമ്മാണം. അത് ഈ കാടുകളിലെ അതേമാതിരി റിസോർട്ട് ഹോട്ടൽസൊക്കെ നിർമ്മിക്കുക, അത് ഈ കാടിൻ്റെ ഉള്ളിലേക്കാണ് നിർമ്മിക്കുന്നത്. ഈ വൈൽഡ് ലൈഫ് ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് സത്യത്തിൽ അവർ അനിമൽസിനായിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും, പക്ഷേ അനിമൽസിനെ സംബന്ധിച്ച് അത് വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അനിമൽസിൻ്റെ ഫീഡിങ് ആവട്ടെ, അതേപോലെ അവരെ റീപ്രൊഡക്ഷനും അതുപോലെ അവരെ ഒരു റിലാക്സേഷനും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ കിടക്കുന്നതും, ഇതൊക്കെ ആൾക്കാരെ പ്രസൻസ് കൊണ്ട്, പീപ്പിൾസിൻ്റെ പ്രസൻസ് കൊണ്ട് അവർക്കത് നഷ്ടപ്പെടുകയാണ്. ആ ഒരു ടെൻഡൻസി, അതായത് അവരെ ഒരു ഹാർമണി, അവരെ ഒരു സിസ്റ്റം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടുന്ന് മാറി നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉള്ളത്. ഇനി ഡയറക്റ്റ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഇമ്പാക്റ്റ് ഓഫ് വൈൽഡ് ലൈഫ് ടൂറിസം on wildlife depends on the scale of tourist development and the behavior of resilience on the wildlife to the presence of human. നമ്മുടെ ഹ്യൂമൻസ് എത്രത്തോളം ആ സ്ഥലത്ത് പ്രസൻസ് ഉണ്ടോ അത്രയും ഈ ഡിസ്റ്റർബൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൃഗങ്ങളിലുള്ള ടൂറിസം ഡെവലപ്മെൻ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക, പക്ഷേ മൃഗങ്ങളിൽ അത് വലിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. വെൻ ദ ടൂറിസ്റ്റ് ആക്ടിവിറ്റി ഒക്കേഴ്സ് ഡ്യൂറിങ് ദി സെൻസിറ്റീവ് ടൈം ഓഫ് ദി വൈൽഡ് സ്കെയിൽ, അതായത് ചില സമയത്ത് അവരെ ഈ ഒരു പ്രത്യുൽപാദന സമയത്ത് അല്ലെങ്കിൽ ഗർഭകാലങ്ങളിൽ മൃഗങ്ങളിൽ ചില സമയത്ത് നമ്മളിപ്പോൾ മീനിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ടൈമുണ്ട്, ആ സമയത്ത് നമ്മൾ ട്രോളിംഗ് ഒക്കെ നിരോധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ട്രോളിംഗ് ഏർപ്പെടുത്തും നമ്മൾ, അതായത് പാടില്ല എന്ന് പറയും.
ആ സമയത്ത് വല വീശാനൊന്നും പാടില്ല എന്ന് പറയും. എന്തിനാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർ പുതിയൊരു തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണത്. അത് നമ്മൾ മത്സ്യസമ്പത്ത് തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈമിൽ അവർക്ക് ഈ ഒരു വൈൽഡ് ലൈഫ് ടൂറിസം വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. When they involve close approach to wildlife in the purpose of identifying the photography, the potential and disturbance is high. അതായത് അവരാഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു അണ്ണാനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അതിനെ ആരും ചെന്നോ അതിനെ ഒരു മാളത്തിനുള്ളിൽ അത് സാധാരണ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക അതിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് അതിന് ഒരു ഡിസ്റ്റർബൻസ് ഇഷ്ടമല്ല. അത് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു മരത്തിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ദൂരം വരെ അത് ഒരു ചെറിയൊരു ഹോൾസ് മാത്രമാക്കിയിട്ട് ബാക്കി വരെ അത് ക്ലോസ് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഫോട്ടോ ചിലപ്പോൾ അത് വലിയൊരു ഫോട്ടോഗ്രാഫിക് സെൻസ് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അവരെ സംബന്ധിച്ച് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. ഇനി അവർ ബ്രീഡിങ് പാറ്റേൺ ഉണ്ടാകുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഫീഡിങ് പാറ്റേൺ, അവർ ഒരു അമ്മ കുട്ടി എന്നുള്ള ആ റിലേഷനിൽ ഇതൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും അതേമാതിരി വ്യൂ ചെയ്യാനും ഉള്ളപ്പോൾ ഈ മൃഗങ്ങൾ കരുതുന്നത് സ്വാഭാവികമായിട്ടും അമ്മ മൃഗം കരുതുക അവരെ ആക്രമിക്കാൻ വരികയാണെന്ന്. സ്വാഭാവികമായിട്ടും അവർ ഓടും. അങ്ങനെ അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഡിസ്റ്റർബിങ് ഓഫ് പാരൻറ്റ് ഓഫ് സ്പിരിറ്റ് ബോണ്ട്, കുട്ടിയും പാരൻറ്റും തമ്മിലുള്ള ബോണ്ട് തന്നെ അതുവഴി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഡയറക്റ്റ് നെഗറ്റീവ് ഇമ്പാക്ട്സുകൾ. ഇനി അതായത് ഇത് മൃഗങ്ങളുടെ സൈഡിൽ നിന്നാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് ഇമ്പാക്റ്റുകളാണ്. പോസിറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതറിയാം ഹാബിറ്റേറ്റ് ഓഫ് റെസ്റ്റോറേഷൻ ഓഫ് ഇക്കോ ലോഡ്ജ് ആൻഡ് അതർ ടൂറിസം ഓപ്പറേഷൻസ്. അതായത് നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യും നന്നായിട്ട്. അതേപോലെ ഇക്കോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ ടൂറിസം ഒരു സെൻസിബിളായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടൂറിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു ഏരിയനെ പ്രിസർവ് ചെയ്യാനും ആ ഒരു ഫീഡിനെ ആ ഒരു മൃഗത്തെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഇതുപോലെ കൺസർവേഷൻ ബ്രീഡിങ്, അതേപോലെ വനനശീകരണം അല്ലെങ്കിൽ വംശനാശം സംഭവിക്കുന്ന സമയത്ത് ഇവരെ പ്രിസർവ് ചെയ്യാൻ, അവരെ രക്ഷിക്കാൻ, അവരെ കൺസേർവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ ഫൈനാൻഷ്യൽ ഡൊണേഷൻസ് കൊടുക്കും. ഇപ്പോൾ ചില സമയത്ത് വേട്ടയാടാൻ മൃഗങ്ങൾക്കൊന്നും, ഇപ്പോൾ സൂവിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ മൃഗങ്ങളെ ഓരോരുത്തർ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആ സ്പോൺസേഴ്സ് കൊടുത്തു കൊടുക്കും. അപ്പോൾ ഫൈനാൻഷ്യൽ ഡൊണേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സമയത്ത് ഫൈനാൻഷ്യൽ ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ ചില കാടുകളിൽ നമ്മൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഫൈനാൻഷ്യൽ ഹെൽപ്പുകൾ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. പിന്നെ ക്വാളിറ്റേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ സംഭവിക്കും. അതായത് അവരെ പ്രിസർവ് ചെയ്യണമെന്ന് തോന്നും. അതേമാതിരി പോപ്പുലേഷനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരെ ഫീഡിങ് ടൈമോ അതല്ലെങ്കിൽ ചില ഏരിയകളിൽ ചില സമയത്ത് മാത്രമാണ് അവരതിൻ്റെ ഉള്ളിലേക്ക് പോവുക. ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ മൈസൂർക്ക് പോകുന്ന റോഡ് രാത്രി 9 മണിയായി കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ ഒരു വാഹനങ്ങൾ വിടില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആ ഏരിയയിൽ ഇറങ്ങുന്നത്. അവർ വെള്ളം കുടിക്കാനും അതിനൊക്കെ ഇറങ്ങുന്ന സമയം ആ രാത്രി സമയത്താണ്. പകൽ സമയത്ത് അതിലൂടെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഈ ഒരു കേസ് ഉള്ളത് കൊണ്ട് അവരെ ആ സമയത്ത് നമ്മൾ യാത്രേൻ്റെ റെസ്ട്രിക്ഷൻസ് വരുത്തും. അല്ലെങ്കിൽ ചില സ്പെസിഫിക് ഏരിയയിൽ മൃഗങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരെ ബ്രീഡിങ് ടൈമാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ഒരുപാട് ആൾക്കാരെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. കൺസർവേഷൻ ഓഫ് ഹണ്ടിങ് ആൻഡ് ഹാർവസ്റ്റ്, അവരെ വേട്ടയാടപ്പെടുന്നതും അവരെ നശിപ്പിക്കുന്നതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. അല്ലെങ്കിൽ അതൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. ഇത്രയാണ് നമുക്ക് പറയാനുള്ള പോസിറ്റീവ് ഇമ്പാക്ട്സുകൾ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേജറായിട്ടുള്ള ഇന്ത്യയിൽ കാണപ്പെടുന്ന വൈൽഡ് ലൈഫ് ടൂറിസം ഡെസ്റ്റിനേഷൻസാണ്. അതിൽ ഈ പറഞ്ഞിട്ടുള്ള പാർക്കുകൾ, സൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു വെരി മച്ച്.